ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഹയർ പർച്ചേസ് സിസ്റ്റം ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ് സിസ്റ്റം, ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് സിസ്റ്റം ആൻഡ് സെയിൽസ്, ആൻഡ് ഓൾസോ സം ടേംസ് which are used in hire purchase system. Okay, as we all familiar that hire purchase system is a system of purchase under which the buyer enter into an agreement with the seller to pay the price of the goods in number of installments. Okay, the buyer gets only the possession of the goods at the time of purchase. He gets the ownership only after the payment of the last installment. Okay, under this system, if the buyer fails to pay any installment, the seller has the right to take back the goods. Okay, അപ്പോൾ എന്താണ് നമ്മളൊരു സാധനം ക്രെഡിറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ പർച്ചേസ് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം സെപ്പറേറ്റ് വേറെ ഉണ്ട്. ഇനി ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഇതാണ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതിൻ്റെ പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അതിൻ്റെ പേയ്മെൻറ്റ്സ് നമ്മൾ കൊടുത്ത് തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ദി ബയർ ഗെറ്റ്സ് ഓൺലി ദ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ആൻഡ് ദ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, ഓണർഷിപ്പ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യൂ, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. പൊസഷൻ അസറ്റ് യൂസ് ചെയ്യാം, പൊസഷൻ മാത്രമേ ആർക്ക് ലഭിക്കുന്നുള്ളൂ, ബയർക്ക് ലഭിക്കുന്നുള്ളൂ. അല്ലേ, സപ്പോസ് ആൻ അസറ്റ് വർത്ത് റുപ്പീസ് 40,000 ഈസ് പർച്ചേസ്ഡ്, 40,000 റുപ്പീസിൻ്റെ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. 10,000 ഈസ് മെയ്ഡ് ആസ് ഡൗൺ പേയ്മെൻറ്റ് ഓർ 10,000 ഈസ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. 10,000 റുപ്പീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 10,000 റുപ്പീസ് കൊടുക്കുന്നു. ആൻഡ് ദ റിമൈനിങ് 30,000 ഈസ് പെയ്ഡ് ഇൻ 6 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് റുപ്പീസ് 5,000 ഈച്ച്. അല്ലേ, ബാക്കി 30,000 രൂപ 5,000 റുപ്പീസിൻ്റെ 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. 5,000 റുപ്പീസിൻ്റെ 6 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് എലോങ് വിത്ത് ദി പ്രൈസ് ദി ബയർ ഹാസ് ടു പേ ഇൻട്രസ്റ്റ്. എന്ത് ചെയ്യണം, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനോടൊപ്പം ഇത്രയാണോ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉള്ളത്, ആ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റും കൂടി ഉൾപ്പെടെയാണ് എന്ത് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓർമ്മിക്കുക, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പർച്ചേസ്. ഹയർ പർച്ചേസ് ഈസ് എ സിസ്റ്റം ഓഫ് പർച്ചേസ് അണ്ടർ വിച്ച് ദ ബയർ എൻ്റർ ഇൻ ആൻ എഗ്രിമെൻറ്റ് വിത്ത് ദി സെല്ലർ ടു പേ ദി പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഇൻ നമ്പർ ഓഫ് installment, and the buyer gets only the possession of the goods at the time of purchase, and ownership is transferred only after the payment of the last installment. And if the buyer fails to pay the goods, പ്രൈസ് ബയർ കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെ, ഇപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നില്ല, ഇഫ് എനി ഡിഫോൾട്ട് ഫ്രം ദി പാർട്ട് ഓഫ് ദി ബയർ, ദെൻ ദി സെല്ലർ ഹാസ് ദി റൈറ്റ് ടു ടേക്ക് ബാക്ക് ദി ഗുഡ്സ്. സെല്ലർക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് പർച്ചേസ്, ദെൻ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. തേർഡ് വൺ, ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻക്ലൂഡ് ഇൻസ്റ്റാൾമെൻറ്റ് ടുവേഴ്സ് ക്യാഷ് ആൻഡ് ഇൻട്രസ്റ്റ്. നമ്മൾ പറഞ്ഞു ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും, ഇപ്പോൾ ഞാൻ ഓൾറെഡി മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഒരു ഇൻസ്റ്റാൾമെൻറ്റിലും 5,000 റുപ്പീസ് പ്രകാരം ഇതാണ് കൊടുക്കേണ്ടത്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് 5,000 റുപ്പീസ് ഇതാണ് കൊടുക്കേണ്ടത്, 5,000 പ്ലസ്. ഓക്കെ, ആ സമയത്തുള്ള ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസിൻ്റെ ഇൻട്രസ്റ്റ് മേ ബി ₹500, 500 രൂപ ഇൻട്രസ്റ്റ്, അതുവരെയുള്ള ഇൻട്രസ്റ്റ് 500 രൂപ. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഇയർ എന്ത് ചെയ്യണം, 5,500 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 5,500 റുപ്പീസ് കൊടുക്കണം. ഓക്കെ, ആ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾമെൻറ്റിനോടൊപ്പം ഇൻട്രസ്റ്റും കൊടുക്കണം. ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡ് ഇൻസ്റ്റാൾമെൻറ്റ് ടുവേഴ്സ് ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ്. Then fourth one, goods are transferred to the buyer on signing the agreement. At the time of signing the agreement, the goods are transferred. That means possession of the goods is transferred. And next one, ownership of goods remain with the vendor. Okay, seller. The ownership ആരുടെ അടുത്ത് തന്നെയായിരിക്കും, സെല്ലറുടെ അടുത്ത് തന്നെയായിരിക്കും ഓണർഷിപ്പ് ഉണ്ടാവുക. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ബയർ ഗെറ്റ്സ് ദി ഓണർഷിപ്പ്
ആഫ്റ്റർ ദി പേയ്മെൻറ്റ് ഓഫ് ദി ഓൾ ദി ഇൻസ്റ്റാൾമെൻറ്റ്. എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആർക്ക് ഓണർഷിപ്പ് ബയർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുകയുള്ളൂ. ഓക്കെ. ആൻഡ് വൺ മോർ, ഇഫ് ദി ബയർ ഫെയിൽസ് ടു പേ ഇൻസ്റ്റാൾമെൻറ്റ് ദ വെൻഡർ വിൽ ടേക്ക് ബാക്ക് ദി അസറ്റ് ഓർ ഗുഡ്സ് ഫ്രം ദി ബയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ബയർ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും, സെല്ലർ ആ ഗുഡ്സ് എന്ത് ചെയ്യാം, തിരിച്ച് എടുക്കും. ഓക്കെ. ഇനി നമ്മുടെ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കിന് സാധാരണ ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് സിസ്റ്റം ആൻഡ് സെയിൽസ്? അല്ല, നമുക്കിപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവാം. In case of hire purchase system, the payment is made in number of installment, but in case of sales, then lump sum payment is made. അല്ലേ, നമ്മൾ ക്യാഷ് ചിലപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആവാം, അതിന് ക്യാഷ് സെയിൽസും ആവാം. അല്ലേ, ക്യാഷ് സെയിൽസ് ആകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഓരോ പോയിൻ്റ് ഓഫ് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി ആഫ്റ്റർ ദി പേയ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഓണർഷിപ്പ് നമ്മൾ പറഞ്ഞപ്പോഴാണ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്താൽ മാത്രമേ ഓണർഷിപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി സെയിൽസിലോ ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫർ അറ്റ് ദി ടൈം ഓഫ് പർച്ചേസ് സെയിൽസർ. ഇപ്പോൾ നമ്മളൊരു ഗുഡ്സ് ക്യാഷ് ഓർ ക്രെഡിറ്റ്, നമ്മൾ ക്യാഷിനായാലും ക്രെഡിറ്റ് ആയാലും ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഓണർഷിപ്പ് കിട്ടും. അല്ലേ, ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ എന്താണ്, ഓൺലി ആഫ്റ്റർ ദി പേയ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ദെൻ സെക്കൻഡ് വൺ, പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് ഓൾവേസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൈസ് കൊടുക്കുന്നത്. ആൻഡ് സെയിൽസിൽ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് ജനറലി പെയ്ഡ് ഇൻ ലംസം. സെയിൽസിൽ സാധാരണ ലംസം ആയിട്ടായിരിക്കും എമൗണ്ട് കൊടുക്കുന്നത്. ആൻഡ് തേർഡ് വൺ, ദ ബയർ ഹാസ് നോ റൈറ്റ് ടു ഡിസ്പോസ് ഓഫ് ദി ഗുഡ്സ് ബിഫോർ ഹി ബിക്കം ദി ഓണർ ഓൺ പേയ്മെൻറ്റ് ഓഫ് ദി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അല്ലേ, ഈ ബയർക്ക് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഈ ബയർക്ക് എന്ത് ചെയ്യില്ല, ഗുഡ്സ് മറ്റൊരാൾക്ക് സോൾഡ് ചെയ്യാനോ അല്ല അത് ഡിസ്പോസ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കില്ല, ബയർക്കില്ല. കാരണം ഹി ഹാസ് ഓൺലി ദ പൊസഷൻ ഓഫ് ദി ഗുഡ്സ്. അല്ലേ, ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ബയർക്ക് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നവർ എന്താണ്, പൊസഷൻ മാത്രമേ ഉള്ളൂ, ഓണർഷിപ്പ് ഇല്ല. അതുകൊണ്ട് ഇയാൾക്ക് ഇത് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാനോ സോൾഡ് ചെയ്യാനോ പറ്റത്തില്ല. ഓക്കെ. ആൻഡ് സെയിൽസിൽ എന്താണ്, ദ ബയർ ക്യാൻ ഡിസ്പോസ് ഓഫ് ദി ഗുഡ്സ് ഇൻ എനി വേ ഹി ലൈസ്. എന്ത് ചെയ്യാം, ബയർക്ക് അയാളുടെ ഗുഡ്സ് യൂസ് ചെയ്യാൻ എന്ത് വേണം ചെയ്യാം, വിൽക്കോ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലേ നശിപ്പിച്ചോടെയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആർക്ക് അതിന് റൈറ്റ് ഉണ്ട്, ബയർക്കുണ്ട്. അല്ലേ, സെയിൽസിൽ, കാരണം അയാൾക്ക് ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ. ദെൻ ഫോർത്ത് വൺ, ദ സെല്ലർ ക്യാൻ ടേക്ക് ബാക്ക് ദ ഗുഡ്സ് ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ബൈ ദി ബയർ ഇൻ പേയ്മെൻറ്റ് ഓഫ് എനി ഇൻസ്റ്റാൾമെൻറ്റ്. ദ സെല്ലർക്ക് എന്ത് ചെയ്യാം, ഗുഡ്സ് റീപ്രോസസ് ചെയ്യാനുള്ള, ടേക്ക് ബാക്ക് ദാറ്റ് മീൻസ് റീപ്രോസസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, സെല്ലർക്കുണ്ട്. കാരണം എന്താണ്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അല്ലേ, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ബയർ ക്യാഷ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് കൊടുത്തിട്ടില്ല, എന്ത് ചെയ്യുക, സെല്ലർക്ക് എന്ത് ചെയ്യുക, റീപ്രോസസ് ചെയ്യാം. ഇനി സെയിൽസിൻ്റെ കേസിലോ, ദ സെല്ലർ ക്യാൻ സ്യൂ ദി ബയർ ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ദി പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇപ്പോൾ ക്രെഡിറ്റ് ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ, ഗുഡ്സ് ക്രെഡിറ്റ് ആയിട്ടാണ്, സെയിൽസിൻ്റെ കേസിൽ ഗുഡ്സ് ക്രെഡിറ്റ് ആയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇനി ആ ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, സെല്ലർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, കേസ് കൊടുക്കാം എന്നുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗുഡ്സ് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അല്ലേ, ഇത്ര എമൗണ്ട് കിട്ടുവാനുണ്ട്, റിക്കവർ ചെയ്ത് കിട്ടുവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം. പക്ഷേ ഗുഡ്സ് റീപോസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, ദി പൊസഷൻ ഓഫ് ദി ബയർ ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് ദി ബെയിലി ഇൻ റെസ്പെക്ട് ഓഫ് ദി ഗുഡ്സ് അണ്ടിൽ ഹി ബിക്കം ദി ഓണർ. അല്ലേ, ബെയിൽമെൻറ്റ്. അല്ലേ, ബെയിൽമെൻറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലേ, ബെയിൽമെൻറ്റ്, ആ ബെയിൽമെൻറ്റിൽ ബെയിലിയുടെ ഒരു പൊസിഷനാണ് ആർക്കുള്ളത്, ബയർക്ക് ഉള്ളത്. ഇനി സെയിൽസിലോ, ദ ബയേഴ്സ് പൊസിഷൻ ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് ദി ഓണർ. അല്ലേ, ബെയിൽ മീൻസ് മേക്ക് യൂസ് ഓഫ് ദി അസറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് പൊസഷൻ. ഓക്കെ. അപ്പോൾ ഇവിടെ സെയിൽസിൻ്റെ കേസിൽ എന്താണ്, ദി ബയേഴ്സ് പൊസിഷൻ ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് ദി ഓണർ. ഓണറുടെ ആണ് പിന്നെ പൊസഷനാണ് ബയർക്കുള്ളത് സെയിൽസിൻ്റെ കേസിൽ. ആൻഡ് ഫൈനലി, ദ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിലും നമ്മൾ പറഞ്ഞില്ലേ, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിലും ക്യാഷ് പ്രൈസ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതിലിപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇപ്പം 6,000 rupees ആണെങ്കിൽ മേ ബി 5,000 rupees ക്യാഷും ദെൻ 1,000 rupees എന്തായിരിക്കും ചിലപ്പോൾ ഇൻട്രസ്റ്റും ആയിരിക്കും. അതായത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എന്തുണ്ടാവും, ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റും ഉണ്ടാവും. അതിൻ്റെ സെയിൽസിൻ്റെ കേസിൽ ഏതാണ്, ദ പ്രൈസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻട്രസ്റ്റ്. എന്തില്ല,
സെയിൽസിൻ്റെ കേസിൽ അത് ക്യാഷ് പ്രൈസ് മാത്രമാണ് നമ്മൾ കൊടുക്കുക, ഇൻട്രസ്റ്റ് അതിലില്ല. ഓക്കെ, ഇനി അത്രയാണ് എന്താണ് സെയിൽസും ഹയർ പർച്ചേസ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഹയർ പർച്ചേസ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ഉണ്ട്. അതിലോരോ ടേംസ് നോക്കാം. ഫസ്റ്റ് ടേം പറയുന്നത് ഹയറർ. ഓക്കെ, ഹയറർ, HIRER, ഹയറർ. Okay, hirer is the person who purchased the goods under hire purchase system. Okay, hirer means hire purchaser ആണ്. hirer means ആരാണോ ഗുഡ്സ് വാങ്ങുന്നത് അയാൾക്കാണ് എന്ത് പറയുന്നത് ഹയറർ അല്ലെങ്കിൽ ഹയർ പർച്ചേസർ എന്ന് പറയുന്നത്. ഹയർ പർച്ചേസർ, പർച്ചേസ് ചെയ്യുന്ന ആൾ, ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാണ് എന്ത് പറയുന്നത് ഹയറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് ഹയർ വെൻഡർ. വെൻഡർ ആരായിരിക്കും? സെല്ലറാണ് അല്ലേ. സെൻഡർ ഈസ് ദ പേഴ്സൺ ഹു സെൽ ദ ഗുഡ്സ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. ഓക്കെ, സെല്ലർക്കാണെന്ന് പറയുന്നത് വെൻഡർ എന്ന് പറയുന്നത്. ഹയർ മീൻസ് പർച്ചേസർ, വെൻഡർ മീൻസ് സെല്ലർ. ദെൻ തേർഡ് വൺ പ്രധാനപ്പെട്ട ഒരു ടൈമാണ്, ഒരു മാർക്കിന് ചോദിക്കുന്നതാണ് എപ്പോഴും. വാട്ട് ഈസ് ഡൗൺ പേയ്മെൻറ്റ്? വാട്ട് ഈസ് ഡൗൺ പേയ്മെൻറ്റ്? ഡൗൺ പേയ്മെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദി hire purchase agreement. It does not include any interest. അല്ലേ, the payment that had to be made at the time of purchasing the goods on hire purchase system is known as the down payment. അല്ല, നമ്മൾ ഗുഡ്സ് വാങ്ങുമ്പോൾ ഇപ്പോൾ 1 lakh rupeesൻ്റെ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മേ ബി 20,000 ഈസ് പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. നമ്മൾ 20,000 rupees എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ്സ് കൊടുക്കുന്നു അല്ലേ. ആ ഇനീഷ്യൽ പേയ്മെൻറ്റ്സിനാണ് പറയുന്നത് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി റിമൈനിങ് 80,000, ബാക്കി 80,000 rupees നമ്മൾ എന്ത് ചെയ്യുക, 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, 10,000 rupeesൻ്റെ 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനോടൊപ്പം എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ 10,000 ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് അല്ലെ, മേ ബി 2,000 rupees ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 12,000 ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നാലാമത്തെ ടൈം പറയുന്നത് ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് മീൻസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ ദി ഹയറർ ഫോർ റെഡി ക്യാഷ്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് അല്ല. ഇറ്റ് ഈസ് ഓൾവേസ് ലോവർ ദാൻ ദി ഹയർ പർച്ചേസ് പ്രൈസ്. അപ്പോൾ ക്യാഷ് പ്രൈസ് മീൻസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ക്യാൻ ബി പർച്ചേസ്ഡ് ഫ്രം ദി മാർക്കറ്റ് അറ്റ് എ റെഡി ക്യാഷ്. അല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഇപ്പോൾ നമുക്ക് റെഡി ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ റെഡി ക്യാഷിന് ആ ഗുഡ്സ് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ആ ഗുഡ്സിൻ്റെ ആ മാർക്കറ്റ് പ്രൈസിനാണെന്ന് പറയുന്നത് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. അല്ലേ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പോൾ എന്ത് ചെയ്യാം, 1 lakh rupees, 1 lakh rupeesൻ്റെ ഗുഡ്സ്, 1 lakh rupees ഇസ് എ ക്യാഷ് പ്രൈസ്. ഓക്കെ, ഈ 1 lakh rupeesൽ നമ്മൾ എന്ത് ചെയ്തു, 20,000 rupees ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു ഗുഡ്സ് വാങ്ങുമ്പോൾ. അതായത് അറ്റ് ദ ടൈം ഓഫ് സൈനിങ് ദി എഗ്രിമെൻറ്റ് 20,000 rupees കൊടുത്തു. ഇനി ബാക്കി എത്രയുണ്ട്, 80,000 rupees. ഈ 80,000 rupeesആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങുന്നത് അല്ലേ. ഈ 80,000 rupees നമ്മൾ എന്ത് ചെയ്യുക, 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. 10,000 രൂപയുടെ 8 ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനൊപ്പം 10,000 രൂപയെല്ലാം കൊടുക്കും. 10,000 പ്ലസ് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും 10,000 പ്ലസ് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ മേ ബി ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് 12,000 rupees. അല്ല, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ ഏതാണ് 11,500 rupees മേ ബി. ദെൻ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആകുമ്പോൾ 11,000 rupees. അപ്പോൾ അങ്ങനെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനോടൊപ്പം ക്യാഷ് ഔട്ട്സ്റ്റാൻഡിങ് ക്യാഷ് പ്രൈസും അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മളിപ്പം മേ ബി ഈ 8 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും 80,000 പ്ലസ് അല്ലെ, ടോട്ടൽ ഇൻട്രസ്റ്റ് മേ ബി ഒരു 5,000 rupees അല്ലെങ്കിൽ 10,000 rupees എന്ത് ചെയ്യും, ഈ 8 വർഷം കൊണ്ടൊരു 10,000 rupees നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻട്രസ്റ്റ് റഫ് കാൽക്കുലേഷൻ പറഞ്ഞതാണ്. 10,000 rupees ഇൻട്രസ്റ്റ് കൂടെ കൊടുത്തു. അപ്പോൾ ടോട്ടൽ 90,000 rupees ആയി. ഓക്കെ, അപ്പോൾ 1,00,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അത് 20,000 rupees ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ്, ഇത് ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഇതാണ് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ ടോട്ടൽ 80,000 പ്ലസ് 10,000 ഇൻട്രസ്റ്റ് 90,000 rupees കൊടുത്തു. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മൾ 1,00,000 ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, 1,10,000 rupees കൊടുത്തു. ടോട്ടൽ 1,10,000 rupees നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ പേയ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുക. 1 lakh rupeesൻ്റെ അസറ്റ് വാങ്ങി
അപ്പോൾ നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ എത്രയായി? ടോട്ടൽ പേയ്മെൻറ്റ്സ് കൊടുത്തപ്പോൾ 20,000 പ്ലസ് 90,000 ദാറ്റ് ഈസ് 1,10,000 റുപ്പീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്യാഷ് പ്രൈസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് വാട്ട് ഈസ് ക്യാഷ് പ്രൈസ്? ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ക്യാൻ ബി പർച്ചേസ് ഫ്രം ദ മാർക്കറ്റ് അറ്റ് റെഡി ക്യാഷ്. അപ്പോൾ ഇവിടെ ക്യാഷ് പ്രൈസ് 1,00,000 റുപ്പീസാണ് അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ഹയർ പർച്ചേസ് പ്രൈസ്? നമ്മളിപ്പോൾ പറഞ്ഞു എന്താണെന്നുള്ളത് അല്ലേ. വാട്ട് ഈസ് ഹയർ പർച്ചേസ് പ്രൈസ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ബൈ ദി ഹയറർ, ദാറ്റ് മീൻസ് ബയർ, ടു ദി വെൻഡർ. ഇറ്റ് ഇൻക്ലൂഡ് ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹയറർ ദാറ്റ് മീൻസ് ഹയർ പർച്ചേസർ ഹയർ വെൻഡർക്ക് ദാറ്റ് മീൻസ് സെല്ലർക്ക് കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ടിനാണെന്ന് പറയുന്നത് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ പർച്ചേസ് പ്രൈസിൽ ഇത് ഉണ്ടാവും. ഏതാണ് ഹയർ പർച്ചേസ് പ്രൈസ് ഈസ് ഈക്വൽ ടു ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ്. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ക്യാഷ് പ്രൈസ് അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് 1,00,000, അസറ്റിൻ്റെ ക്യാഷ് പ്രൈസ് 1,00,000 പ്ലസ് ഇൻട്രസ്റ്റ് 10,000. നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് കൊടുത്തത് 10,000 റുപ്പീസ് ഇൻട്രസ്റ്റ് കൊടുത്തു. ദെൻ ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 1,10,000, 1,10,000 ദാറ്റ് ഈസ് ഹയർ പർച്ചേസ് പ്രൈസ്. ക്യാഷ് പ്രൈസ് 1,00,000 രൂപ. ഇപ്പോൾ റെഡി ക്യാഷ് കൊടുക്കുകയാണ് 1,00,000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റിൽ നിന്ന് ആ ഗുഡ്സ് വാങ്ങാം 1,00,000 രൂപ റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ. ഇനി ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 20,000 ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? അസറ്റ് വാങ്ങി. ദെൻ ബാക്കി 80,000 റുപ്പീസ് എന്ത് ചെയ്തു? 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനോടൊപ്പം ഇൻട്രസ്റ്റിനും കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുക? 10,000 രൂപ ടോട്ടൽ ഇൻട്രസ്റ്റ് ആയി നമുക്ക്. അപ്പോൾ 1,00,000 പ്ലസ് 10,000 ഇൻട്രസ്റ്റ്. ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 1,10,000. ഓക്കെ, ആൻഡ് ഫൈനലി ഹയർ ചാർജസ് മീൻസ് ഇൻട്രസ്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് പ്രൈസ് ആൻഡ് ക്യാഷ് പ്രൈസ്. ദെൻ ദീസ് ചാർജസ് ആർ പോപ്പുലർലി നോൺ ആസ് ദി ഇൻട്രസ്റ്റ്. ഹയർ പർച്ചേസ് പ്രൈസും ക്യാഷ് പ്രൈസും നമ്മൾ വ്യത്യാസത്തിനാണെന്ന് പറയുന്നത് ഹയർ ചാർജസ് മീൻസ് ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ഇവിടെ നമ്മൾ ഹയർ പർച്ചേസ് പ്രൈസ് പറഞ്ഞു. ഹയർ പർച്ചേസ് പ്രൈസ് ഈസ് ഈക്വൽ ടു 1,10,000 ദെൻ മൈനസ് ക്യാഷ് പ്രൈസ് 1,00,000 റുപ്പീസ്. ക്യാഷ് പ്രൈസ് 1,00,000 റുപ്പീസ്. ഓക്കെ, ക്യാഷ് പ്രൈസ് 1,00,000 റുപ്പീസ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഹിയർ ഡിഫറൻസ് ഓഫ് 10,000. 10,000 ഹിയർ ഈസ് നോൺ ആസ് ദി ഹയർ ചാർജസ് ഓർ ഇൻട്രസ്റ്റ്. ഓക്കെ, അതിലാണ് അതുമായി ബന്ധപ്പെട്ട ടേംസ് ഉള്ളത്. ഓക്കെ.